ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ എന്താ പറയുന്നത് ഭീഷണിയും തെറിവിളിയും ഭീഷണിയും തെറിവിളിയും മാത്രം. അത് ഏറ്റവും കൂടുതൽ ഇറാൻ അനുകൂലികളാണ്. ഏറ്റവും കൂടുതൽ ഇസ്രായേൽ താമസിക്കുന്ന അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എതിരെ വളരെ തെറിവിളികളാണ്. ഇതിൽ എന്തെങ്കിലും ഔചിത്യമുണ്ട്? കാരണം ഇറാൻ ഇത്തരത്തിലുള്ള ആക്രമണം ഇസ്രായേൽ ഇങ്ങോട്ട് ആക്രമിച്ചത് ഇറാൻ തിരിച്ചാക്രമിക്കുന്നതും അപ്പോൾ ഇറാനെ അനുകൂലിക്കുന്നതിൽ മലയാളികളായിട്ടുള്ള ഇറാൻ അനുകൂലികൾ ഇത്തരത്തിൽ ഭീഷണിയും തെറിവിളിയും ഇപ്പം നശിപ്പിക്കുക എന്നൊക്കെ തരത്തിലുള്ള വിളിക്കുന്നതിന് എന്തെങ്കിലും ഔചിത്യമുണ്ടോ? ഇത് വളരെ രസകരമാണ്. കാരണം കേരളത്തിലെ സുഡാപ്പികളാണ് ഈ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കടന്നു കയറി അല്ലെങ്കിൽ അവരുടെ പോസ്റ്റുകൾക്ക് താഴെ ഈ ഭീഷണിയും തെറിവിളിയുമായിട്ട് വരുന്നത്. ഇവർ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം നടക്കുന്നു, ഒപ്പം അമേരിക്ക ഇസ്രായേലിനൊപ്പം ചേർന്നിട്ടുണ്ട്. ശരിയാണ്. എൻ്റെ ഒന്നാമത്തെ ചോദ്യം, ഇസ്രായേലിനും ഇറാനിനും ഇടയ്ക്ക് ജോർദാൻ എന്നൊരു മുസ്ലിം രാഷ്ട്രമുണ്ട്, ഈജിപ്റ്റ് എന്നൊരു മുസ്ലിം രാഷ്ട്രമുണ്ട്. ഈ ഇസ്രായേൽ അയക്കുന്ന മിസൈലുകളെല്ലാം ഇറാനിൽ കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇറാനിൽ പതിക്കുന്നു, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു, ആൾക്കാർ മരിക്കുന്നു, ഒക്കെ ശരിയാണ്. ഇത് അവരതിന് ഉപയോഗിക്കുന്നത് ഈ ജോർദാൻ്റെ വ്യോമപാതയാണ്. ജോർദാൻ്റെ ആകാശത്തിൽ കൂടെയാണ് ഇത് വരുന്നത്. അവിടെ ജോർദാൻ ഒരക്ഷരവും മിണ്ടുന്നില്ല. നേരെ മറിച്ച് ഇറാൻ അങ്ങോട്ട് ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുമ്പോൾ ജോർദാൻ അത് ജോർദാൻ്റെ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സത്യത്തിൽ മുസ്ലിം രാഷ്ട്രമായ ജോർദാൻ സഹായിക്കുന്നത് ആരെയാണ്? ജൂതരാഷ്ട്രമായ ഇസ്രായേലിനെ അല്ലേ? എന്തുകൊണ്ട് അവർ ഇറാനെ സഹായിക്കുന്നില്ല? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അമേരിക്ക ഇപ്പോൾ ഇറാനെതിരെ ബോംബിങ് നടത്തി. എവിടെ നിന്നാണ് ബോംബിങ് നടത്തിയത്? ഈ അറബ് രാഷ്ട്രങ്ങളിൽ അമേരിക്കയ്ക്ക് 19 സൈനിക താവളങ്ങളുണ്ട്. അതിൽ 9 സ്ഥിരം താവളങ്ങളാണ്. ആ 9 താവളങ്ങളിൽ നിന്നാണ് അമേരിക്കയുടെ പോർവിമാനങ്ങൾ പറന്നുയർന്നതും ഇറാനിലേക്ക് ചെന്ന് ബോംബിങ് നടത്തിയത്. ഈ B-2 ബോംബർ ഈ പറയുന്ന സൈനിക താവളത്തിൽ നിന്നാണ് പറന്നുയർന്നിരിക്കുന്നത്. എന്തേ ഈ അറബ് രാഷ്ട്രങ്ങൾക്കൊന്നും അത് തടഞ്ഞുകൂടെ? അമേരിക്കയോട് സൈനിക താവളം ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശിച്ചു. അവരുടെ രാജ്യത്ത് അവരുടെ മണ്ണിലല്ലേ, അവർക്ക് പറയാമല്ലോ. എന്തുകൊണ്ട് അവരാരും മിണ്ടുന്നില്ല? ഈ ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുമ്പോൾ അതിനെ അപലപിച്ചുകൊണ്ട് ഒരു മുസ്ലിം രാഷ്ട്രം പോലും രംഗത്ത് വരുന്നില്ലല്ലോ. ഇനി ഏറ്റവും വലിയ മുസ്ലിം സംരക്ഷകരാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ നിന്ന് അടി വാങ്ങിച്ച് ചുരുണ്ട് കൂടി നിലവിളിച്ച് വലിയ വായിൽ നിലവിളിച്ച് ഓടിയ ഓട്ടം നമ്മൾ കണ്ടതാണ്. ആ പാകിസ്ഥാൻ പാക് മണ്ണിൽ അമേരിക്കൻ സൈനിക താവളത്തിന് ഇടം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇറാൻ്റെ സൈനിക രഹസ്യങ്ങൾ ചോർത്തി, ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇറാൻ്റെ കിഴക്കൻ അതിർത്തിയിലാണ് പാകിസ്ഥാൻ വരുന്നത്. ആ അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ ഇറാൻ്റെ സൈനിക രഹസ്യങ്ങളും നീക്കങ്ങളും ചോർത്തി അമേരിക്കയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സുഡാപ്പികൾ ഇങ്ങനെ വലിയ വായിൽ നിലവിളിക്കുകയും ഇറാന് വേണ്ടി എന്താ പറയണ്ടേ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയുന്ന ഇവിടുത്തെ സുഡാപ്പികൾ ആ കരച്ചിലിന് വല്ല അർത്ഥവുമുണ്ടോ? ഇനി ഇങ്ങനെ കരയുന്ന സുഡാപ്പികൾ ഈ പാവപ്പെട്ട ഇസ്രായേലിൽ പോയി ജോലി ചെയ്യുന്ന പാവപ്പെട്ട മലയാളികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്ന് തെറിവിളിയും ഭീഷണിയും ഒക്കെ മുഴക്കുന്നതിന് എന്തെങ്കിലും ഔചിത്യമുണ്ടോ? ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ അമേരിക്ക സൈനിക താവളവും ഇതുമെല്ലാം കൊടുത്തതൊക്കെ ശരിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ച് രംഗത്ത് വന്നു. ആ വീഡിയോ, പിണറായി വിജയൻ്റെ വീഡിയോ പലരും ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ, ഇന്നിപ്പം ചാറ്റ് GPT ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ പെട്ടെന്ന് കിട്ടും. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് കണ്ടിട്ട് ഇറാനിലെ വലിയ വിഭാഗം ആൾക്കാർ അതിനെതിരെ പിണറായി വിജയനെ ചീത്ത പറഞ്ഞുകൊണ്ട് തെറി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന വീഡിയോ, പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന വീഡിയോ വൈറലായിരിക്കുകയാണ്. അവർ നൽകുന്ന മുന്നറിയിപ്പ്, ഇറാന് 1979 എന്ത് സംഭവിച്ചോ അത് നിങ്ങളുടെ രാജ്യത്തിനും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. നിങ്ങളെപ്പോലുള്ള ഭരണാധികാരികൾ നിങ്ങളുടെ മണ്ണിനെ, നിങ്ങളുടെ രാജ്യത്തെ ഈ 79 ഇറാനിൽ നടന്ന അട്ടിമറിക്ക്
സമാനമായ അട്ടിമറി നടത്താൻ കളമൊരുക്കുകയാണ് എന്നാണ് ആ ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോയിൽ പറയുന്നത്. അത് വൈറലായിട്ടു. അത് പിണറായി വിജയനിട്ട് പൊങ്കാലയാണ്. ഇനി അതുപോലെ ഈ ഇതൊക്കെ പറയുന്ന ഇപ്പോൾ നമ്മൾ എന്താ ഇവിടെ ഒരു ബഹിഷ്കരണം നടന്നല്ലോ, സ്റ്റുഡിയോ. എന്തായിരുന്നു ബഹിഷ്കരണത്തിന് കാരണം? ടാറ്റയുടെ വസ്ത്ര വിൽപ്പന കേന്ദ്രങ്ങളാണ് സ്റ്റുഡിയോ. അപ്പോൾ ടാറ്റ ഇസ്രയേലുമായിട്ട് സഹകരിക്കുന്നു, അവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുന്നു, അവരുടെ ആയുധങ്ങൾക്ക് വേണ്ടുന്ന കമ്പോണൻസ് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ ടാറ്റയെ ബഹിഷ്കരിക്കാൻ രംഗത്തിറങ്ങിയത്. ഇപ്പോഴിത് ഈ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ സൈനിക താവളങ്ങൾക്ക് മണ്ണ് കൊടുത്ത, ഇടം കൊടുത്ത ഗൾഫ് രാജ്യങ്ങളുടെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ബഹിഷ്കരിക്കുമോ? ഈ ഗൾഫ് രാജ്യങ്ങളിലെ പണി ഉപേക്ഷിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമോ സുഡാപ്പികൾ? ഇവിടെ ഈ കേരളത്തിലെ മലയാളി സുഡാപ്പികളുടെ ബന്ധുക്കളല്ലേ അവിടെയും ജോലി ചെയ്യുന്നത്, ഈ ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ബഹിഷ്കരണം ഏർപ്പെടുത്തുന്നില്ല? ഇനി നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത് വാസ്തവത്തിൽ ഈ ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരെ മാത്രമല്ല, ഈ ഗൾഫിലെ ഭരണകൂടങ്ങൾക്കെതിരെ പ്രതിഷേധിക്കണം, ഇവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ പ്രതിഷേധിക്കണം. എന്തുകൊണ്ട് നിങ്ങൾ പ്രതിഷേധിക്കുന്നില്ല? എന്തുകൊണ്ട് അവരെ ബഹിഷ്കരിക്കുന്നില്ല, അവരുടെ ഉൽപ്പന്നങ്ങൾ? അപ്പോൾ ഇത് ഒരു ഇരട്ടത്താപ്പാണ്. ഈ ഞങ്ങളുടെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കുന്ന കേരളത്തിലെ സുഡാപ്പികൾ, അതൊന്നുമല്ല അവരുടെ ലക്ഷ്യം. ഈ പറയുന്ന പേരിൽ ഈ ഇറാൻ ഇസ്രയേൽ പോര് മറയാക്കി ഇവിടെ അതിശക്തമായ ഒരു മത വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ വോട്ട് ബാങ്കിനെ ഇങ്ങനെ നിരന്തരം ഇത്തരത്തിൽ ലോകത്ത് മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു, അമേരിക്കയും ജൂതന്മാരും ചേർന്ന്, യാങ്കികളും ജൂതന്മാരും ചേർന്ന് നമ്മളെ ആക്രമിക്കുന്നു, മുസ്ലിങ്ങളെ വേട്ടയാടുന്നു, നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ് നിരന്തരം ഈ വലിയ വായിൽ നിലവിളിക്കുന്ന ഇത്തരത്തിൽ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പുറകിൽ അവരുടെ ഉദ്ദേശം വളരെ കൃത്യമാണ്. ഇത് കേരളത്തിലും ഇതിൻ്റേതായ ഒരു ഭൂമിക ഉണ്ടാക്കിയെടുക്കലാണ്. ഒരു കൃത്യമായിട്ടും ഒരു വളക്കൂറുള്ള ഒരു മണ്ണ് ഒരുക്കലാണ് വിഘടനവാദത്തിൻ്റെയും വിധ്വംസക പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് മണ്ണൊരുക്കി എടുക്കലാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സുഡാപ്പികൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇറാനിലെ സൈനികർ, ആ സൈനികരിൽ നല്ലൊരു പങ്കും ഇസ്രയേലിൽ നിന്ന് നുഴഞ്ഞു കയറിയ ചാരന്മാരാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഈ ഇറാൻ്റെ സൈനിക മേധാവിമാരെ കൃത്യമായിട്ട് വധിക്കാൻ ഇസ്രയേലിന് കഴിയുന്നത്. അവരുടെ ആണവ കേന്ദ്രങ്ങളെ കൃത്യമായിട്ട് കണ്ടെത്തി ആക്രമിച്ച് നശിപ്പിക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും സാധിക്കുന്നത് അതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് എന്തേ നിങ്ങളൊന്നും പറയുന്നില്ല? ഈ ഇറാനിന് ഉള്ളിൽ തന്നെ ഈ പറയുന്നത് പോലെ ചാരന്മാർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അവിടെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട, ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരായിട്ടും അല്ലാതെയും ഒക്കെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട മലയാളികളെ ഭീഷണിപ്പെടുത്താനും തെറി വിളിക്കാനും ഒക്കെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്. നിങ്ങൾ ഗൾഫിലെ ഈ അമേരിക്കയ്ക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ, സൗദി അറേബ്യ തൊട്ട് ഖത്തർ വരെയുള്ള ഒരു രാജ്യത്തിനും എതിരെ നിങ്ങൾ ഒരക്ഷരം മിണ്ടില്ല. ഇവരാരും ഈ അമേരിക്കയുടെ ആക്രമണത്തെ അപലപിച്ചിട്ടില്ല ഈ നിമിഷം വരെ. എന്ന് മാത്രമല്ല, ഇറാനെ ആക്രമിക്കാൻ എല്ലാ ഒത്താശയും ചെയ്യുന്നത് ഈ രാജ്യങ്ങളാണ്: ജോർദാൻ, ഖത്തർ, UAE, സൗദി അറേബ്യ. നിലവിൽ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ തന്നെ മിസൈലുകൾ കൊണ്ട് വർഷിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് നേരെ എതിർക്കും, അല്ലെങ്കിൽ അവരുടെ സൈനിക താവളങ്ങളെ നിരപ്പാക്കും എന്നൊക്കെ ഇറാൻ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ നേരെ ഇസ്രായേലിലേക്കാണ് മിസൈലുകൾ വർഷിച്ചിരിക്കുന്നത്. അല്ല, ഇറാൻ അറിയാം അമേരിക്കയെ തൊട്ടാൽ അതിൻ്റെ അപകടം എന്താണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അവർ പരമാവധി ഇസ്രായേലിനെ ആക്രമിക്കാൻ നോക്കുകയാണ്. പക്ഷേ ഇസ്രായേലിന് നല്ല ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. മാത്രമല്ല, ഈ പറയുന്ന പോലെ ഈ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇവരിവിടുന്ന് അയക്കുന്നത്. ഏതാണ്ട് 400ഓളം മിസൈലുകളും ഡ്രോണുകളും ഒക്കെ അയച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് ഈജിപ്തും ജോർദാനും ഒക്കെ കടന്നു വേണം ഇസ്രായേലിൽ ചെല്ലാൻ. ഇത് കടന്ന് അപ്പുറത്തേക്ക് പോകാൻ ഈ ജോർദാൻ അനുവദിക്കുന്നില്ല. ജോർദാനിലെ ആകാശത്തെത്തുമ്പോൾ തന്നെ ഇതിനെ ഭസ്മമാക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് അപ്പുറത്തുനിന്ന് ഇസ്രായേൽ ഇങ്ങോട്ട് അയക്കുന്നതിന് തടയാൻ ആരുമില്ല. എന്തുകൊണ്ട് ഈ മുസ്ലിം രാഷ്ട്രമായ ജോർദാൻ അത് തടയുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇറാൻ്റെ ശത്രു യഥാർത്ഥത്തിൽ ആരൊക്കെയാണ്?
ഈ ഇസ്രായേലും അമേരിക്കയും മാത്രമാണ്? ഇറാൻ ആർക്കൊക്കെ തലവേദനയാണ്? ഇറാനെ നശിപ്പിക്കണം, ഇറാനെ ഇല്ലാതാക്കണം എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മാത്രം അജണ്ടയാണോ? പാകിസ്ഥാൻ തുടങ്ങി അങ്ങ് അറബ് രാഷ്ട്രങ്ങളിലൂടെ സഞ്ചരിച്ച് ഖത്തർ വരെയുള്ള രാജ്യങ്ങൾക്ക് ഈ ഇറാൻ ഒരു തലവേദനയാണ്. അവരെ എങ്ങനെയും ഇല്ലാതാക്കാനാണ് ഈ രാഷ്ട്രങ്ങളും ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ? ഈ ഇറാനെ വലിയ പിന്തുണയാണല്ലോ തുർക്കി കൊടുത്തത്. എന്നിട്ട് ആ തുർക്കി ഇപ്പോൾ എവിടെ? തുർക്കിയുടെ പൊടി പോലും ഇല്ലല്ലോ കണ്ടുപിടിക്കാൻ. അമേരിക്ക ആക്രമിച്ചപ്പോൾ എവിടെ എർദോഗൻ എവിടെ പോയി? ഏത് ബങ്കറിൽ ഒളിച്ചു? എർദോഗൻ്റെ നാവ് അകത്തേക്ക് ഇറങ്ങിപ്പോയോ? ഈ ഇറാൻ അനുകൂലമായിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഇത്തരം ഇരവാദങ്ങളൊക്കെ ഉന്നയിച്ച് ഇവിടെ മറ്റ് ചില അട്ടിമറികൾ നടത്താൻ സാധിക്കുമോ എന്നാണ് സുഡാപ്പികളുടെ നോട്ടം. അത് വിജയിക്കില്ല. നിങ്ങളുടെ കൈവശം വെച്ചിരുന്നാൽ മതി. അത് ഈ പറയുന്നത് പോലെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട മലയാളികളെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ അതൊരു തരം ഭീരുത്വമാണല്ലോ. മുഖം കാണിക്കാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ചീത്ത പറയുക, ഭീഷണിപ്പെടുത്തുക, തെറിവിളിക്കുക, അതൊക്കെ ചെയ്യാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾക്ക് ഈ യഥാർത്ഥ ശത്രുവിനെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുള്ള ഹെൽപ്പ് നിങ്ങൾക്കില്ല എന്ന് ഈ ഒരു സംഭവം വ്യക്തമാക്കുകയാണ്.